മെസ്സേജ്. പുതുവർഷ ആശംസകൾ. 2025 ആദ്യ ദിവസം I wish you all a blessed new year filled with hope, aspirations and determination in the name of our living God. പുതുവർഷത്തിൻ്റെ ആശംസകൾ നമുക്ക് പുതിയ പ്രത്യാശകളും പുതിയ ചിന്തകളും പുതിയതായിട്ടുള്ള ആലോചനകളും തന്നിട്ട് നമ്മളെ നേർവഴിക്ക് നടത്താൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് നടക്കും. കഴിഞ്ഞ ഒരു വർഷം ആദ്യ ജാനുവരി തൊട്ട് ഡിസംബർ അവസാനം വരെയും വർഷത്തിൻ്റെ ആദ്യ തൊട്ട് അവസാനം വരെയും അതിശയകരമായിട്ട് നടത്തിയൊരു ദൈവത്തിനെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. എത്രയോ പേരുടെ കഷ്ടങ്ങളുടെ നടുക്ക് അവൻ നമുക്ക് നടുംതൂണായിട്ട് നിന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ ദൈവം ഒന്നിച്ച് നിർത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങളിൽ തക്ക തുണയായിട്ട് കടന്നു വന്ന് സഹായിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഏത് പ്രശ്നം വരുമ്പോഴും മാറി നിൽക്കാതെ എൻ്റെ അപ്പനായിട്ട്, എൻ്റെ സഹോദരനായിട്ട്, എനിക്ക് വേണ്ടവനായിട്ട്, എൻ്റെ ഭർത്താവായിട്ട്, ചിലർക്ക് അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് കടന്നു വന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഐ ആം ഹൂ ഐ ആം. What you want, you put his name there. നിൻ്റെ ആവശ്യത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ആ നാമം കടന്നു വരുമ്പോൾ ദൈവം അത് ഏറ്റെടുക്കുന്നു എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകണം. ഒന്നാമത്തെ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത് സങ്കീർത്തനം 23 The Lord is my shepherd, I shall not want. അതായത് ദൈവം എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകയില്ല. അപ്പോൾ നമ്മൾ പറയേണ്ടത് കഴിഞ്ഞ വർഷം ഇതുവരെ വർഷങ്ങളിലും എന്നെ നടത്തിയ ദൈവം വിശ്വസ്തയോടെ നടത്തിയതിനാൽ ഈ ഒരു വർഷം തുടങ്ങുമ്പോഴും ഉറച്ച പാറയാകുന്ന ക്രിസ്തുവിലാണ് ഞാൻ ഈ വർഷം തുടങ്ങുന്നത്. ഇത് we are living in a time when everything is changing so radically. എല്ലാ കാര്യങ്ങളും മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സ്പീഡാണ്, എല്ലാത്തിനും സ്പീഡാണ്. എല്ലാം ഒരു നിമിഷം കൊണ്ട് ചെയ്തെടുക്കാമെങ്കിൽ അത്ര എളുപ്പം ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് നമുക്ക്. ആർക്കും വെയിറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സമയം. അങ്ങനെ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ നിലനിൽക്കുന്നതായിട്ടൊന്നുമില്ല എങ്കിൽ നമ്മൾ ചുറ്റിപ്പോകും, ഇല്ലേ? എല്ലാം മാറിപ്പോവുകയാണ്. ഇപ്പോൾ ക്രിസ്തുമസ് തന്നെ എടുക്കുക. എല്ലാ വർഷവും ക്രിസ്തുമസ് വരുമ്പം ഓരോ പ്രാവശ്യം പുതിയ റീസൺ പറഞ്ഞാൽ ക്രിസ്തുമസ് തുടങ്ങിയിരുന്നെങ്കിലോ ക്രിസ്മസിന് അർത്ഥമില്ല. ഉറപ്പുള്ള ഒരാളുണ്ട്, അത് യേശു കടന്നു വന്നു, അതിനെ ഓർക്കാൻ വേണ്ടിയാണ് ആ ഒരു ജനം നമ്മൾ ഓർക്കുന്നു. ഒരുറപ്പാണ്, സൂര്യൻ ഉദിക്കുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ട്. ഉറപ്പില്ല എങ്കിൽ നമുക്ക് ജീവിക്കാൻ പാടാം. അപ്പോൾ ചില കാര്യങ്ങൾ ഉറപ്പാടെ നിൽക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. അതായത് മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാറ്റമില്ലാതെ നിൽക്കുന്നതായ ചില സത്യങ്ങളാണ് നമ്മളെ നടത്തുന്നത്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് ദൈവം മാറുന്നില്ല. ഐ ആം ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. ഞാൻ ഒരിക്കലും മാറുന്നില്ല, ഞാൻ അനന്യനാണ്. ഐ വിൽ നെവർ ലീവ് യു നോ forsake you. നിന്നെ വിട്ടിട്ട് ഞാൻ ഒരിക്കലും പോവുകയില്ല. അന്ത്യം വരെ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. ആകാശം മാറിപ്പോറും, ഭൂമി നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ വചനം എന്നും നിലനിൽക്കും. ദാറ്റ് കോൺസ്റ്റൻസി, അതായത് ആ ഉറപ്പാണ്, ഉറച്ച പാറയാവുന്ന ക്രിസ്തുവിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ അന്തരാത്മാവിന് ബലം എടുക്കുമ്പോൾ, അതായത് ഞാൻ മെച്യൂറാകുകയാണ്. ദൈവത്തിൽ ഞാൻ വിശ്വസിച്ച് എൻ്റെ ആത്മാവിന് ബലം പ്രാപിക്കുമ്പോൾ ഐ ഹാവ് ഗോട്ട് പവർ ഇൻസൈഡ്. എൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. ആ ജീവൻ ആർക്കും എടുക്കാനൊക്കത്തില്ല. യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ ദേഹത്തിനെ ഉപദ്രവിക്കുന്നവരെ നിങ്ങളെന്തിനാ പേടിക്കുന്നത്? നിങ്ങളുടെ ദേഹിയെ ഉപദ്രവിക്കുന്നവനെ കുറിച്ച്, അതായത് നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ 2025 തുടങ്ങുമ്പോൾ 2023 സങ്കീർത്തനം എടുത്തുകൊണ്ട് ഇന്ന് വരെയും നടത്തിയ ദൈവമേ ഞങ്ങൾ നിന്നെ നന്ദി പറയുന്നു. ഒരു താങ്ക്ഫുൾ ഹാർട്ട്. ഇടയൻ ആടുകളെ സൂക്ഷിച്ചതിൽ ഞാനുമുണ്ട്, എൻ്റെ കുടുംബവുമുണ്ട്. ആ ഇടയൻ മാറത്തില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നു. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെ എന്ന് വചനം പറയുന്നു. അപ്പം ദൈവസത്യത്തിൽ നമ്മൾ ഉറച്ചു നിന്നാൽ നമുക്ക് ഏത് ദിവസം എങ്ങനെയാണേലും പ്രശ്നമില്ല. പക്ഷേ വർഷം തുടങ്ങുമ്പോൾ എല്ലാവരും
ഒരു പുതിയ തീരുമാനമെടുക്കും, പുതിയ റെസൊല്യൂഷൻസ്, പുതിയ കാര്യങ്ങൾ നേടിയെടുക്കണം. 2025 ഇത് ചെയ്യും. അത് സ്വർഗത്തിലും ടൈമുണ്ടല്ലോ, സ്വർഗത്തിൽ നമുക്ക് ടൈം, സ്വർഗത്തിലെ ടൈമല്ല, നമുക്ക് ആൽഫ ആൻഡ് ഒമേഗ വെച്ചിരിക്കുകയാണ്. സൂര്യൻ ഉദിക്കണം, അസ്തമിക്കണം, സീസൺസ് ഉണ്ടാകണം. അതായത് ജാനുവരി ആകുമ്പോഴത്തേക്ക് വിൻ്ററാണ് പുറത്തൊക്കെ. വിൻ്റർ ഇവിടെ നമുക്കറിയത്തില്ല. വിൻ്റർ കഴിയുമ്പോഴത്തേക്ക് സ്പ്രിങ് വരും. സ്പ്രിങ് വരുമ്പം സമ്മർ വരും. സമ്മർ കഴിയുമ്പം ഓട്ടം വരും. ഇത് 4 സീസൺസ് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ഉറപ്പുണ്ട്. അതനുസരിച്ച് മനുഷ്യൻ ജീവിക്കാൻ പഠിക്കുകയാണ്. നമുക്ക് സൂര്യൻ ഉദിക്കുമെന്ന് ഉറപ്പുണ്ട്. അതുപോലെ നീതി സൂര്യനാകുന്ന ദൈവം നമുക്ക് നമ്മുടെ മുമ്പിൽ ഉദിച്ചു നിൽക്കുകയാണ്. അവൻ മാറത്തില്ല. എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും, എന്ത് മാറി മറിച്ചാലും മാറാത്ത ഒരു ദൈവം എനിക്കുണ്ട് പറയാനൊക്കെ. അവിടെയാണ് പലരും 2024 സംഭവിച്ചിട്ട് കാര്യങ്ങൾ നേടാത്തവരുണ്ടെങ്കിൽ 2025 പാറയാകുന്ന ക്രിസ്തുവിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ ഇതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നതിനാൽ ആ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ആർക്ക് പറയാൻ സാധിക്കും? അവിടെയാണ് വർഷത്തിലേക്ക് കാല് ചവിട്ടുമ്പോൾ വിശ്വാസ വീരന്മാരെ പോലെ, പക്വതയുള്ളവരെ പോലെ ആത്മശക്തിയിൽ നമ്മൾ കാല് ചവിട്ടി കയറുന്നു. ഒരാൾ മുൻപേ കയറുമ്പോൾ ബാക്കിയുള്ളവർ പുറകെ കയറും. ദാറ്റ്സ് കോൾഡ് ഹേർഡ് ഇൻസ്റ്റിങ്ക്റ്റ്. മുൻപിൽ ഒരാൾ നല്ല ശക്തിയായിട്ട് മുൻപോട്ട് പോകുമ്പോൾ പുറകെ ആളുകൾ കയറും. പക്ഷെ മുൻപിലുള്ളവരിൽ ദർശനവും ആത്മീക വിവേകമുള്ളവരാണോ? അതാണ് നമ്മൾ. അങ്ങനെയുള്ള ആളുകൾ കുറവാണ്. പണ്ട് കാലങ്ങളിൽ പ്രായമുള്ള അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, പ്രത്യേകിച്ച് അപ്പച്ചന്മാർ, വല്യപ്പച്ചന്മാർ നല്ലവണ്ണം തീക്ഷ്ണമായിട്ട് വായിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു. നമ്മളൊരു കാര്യം ചെന്ന് ചോദിച്ചാൽ എപ്പോഴും അവർക്ക് ആശ്വാസത്തിൻ്റെ വചനം തരാനുണ്ടായിരുന്നു. ഇന്ന് കാലങ്ങളിൽ അഭിപ്രായം ആരുടേതും ആവശ്യമില്ല, ചോദിക്കത്തില്ല, പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നില്ല. നമുക്കൊരു തീരുമാനമെടുക്കാം. ഗോ ബാക്ക് ടു ദ റൂട്ട്. നീ എവിടുന്നാണ് നിന്നെ വെട്ടിയെടുത്തിരിക്കുന്നത് അവിടേക്ക് തിരിച്ചു പോകാം. ഉറവ് എവിടെയാണ് തുടങ്ങിയത് അവിടേക്ക് തിരിച്ചു പോകാം. ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ് നമ്മുടെ ജീവിതത്തിനുണ്ടാകണം. ദൈവമേ, വി ആർ കമ്മിങ് ബാക്ക് ടു ദി ആങ്കറിങ്. അതായത് ഈ വർഷാവസാനം ആകുമ്പോഴത്തേക്ക് ഓൾ നൈറ്റ് പ്രെയർ, പിന്നെ ഫാസ്റ്റിംഗ് പ്രെയർ. ഇപ്പോൾ 25 നോയമ്പ് കഴിഞ്ഞിട്ടുള്ളപ്പോൾ വലിയൊരു ഫാസ്റ്റിംഗ് പ്രെയർ നടത്തി കഴിഞ്ഞു. അതുകൂടാതെ സഭകൾ പ്രാർത്ഥന നടത്തും. ഇതെല്ലാത്തിൻ്റെ ഉദ്ദേശം എന്താണ്? വി ആർ സ്റ്റാർട്ടിങ് എ ഫ്രഷ്, പുതുതായിട്ട്. കർത്താവ് എപ്പോഴും പറയും, പുതിയ മന്ന കൊടുക്കും തോറും പുതിയ മന്ന. ഇന്നലത്തെ മന്ന സൂക്ഷിച്ചു വെച്ചവൻ ഇന്നത് അഴുക്കായി മാറി. അപ്പോൾ ഇന്നലത്തേതല്ല, ഇന്നത്തെ മന്ന കൊണ്ട് നടത്താൻ ആഗ്രഹിക്കുന്ന ദൈവം ഒരു ഇടയനെ പോലെ പുതിയതായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക്, പച്ച പുല്ലുള്ളിടത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. 23 അങ്ങനെയല്ലേ പറയുന്നത്? 23 വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിന് ഒരു വെളിച്ചമല്ലേ വരുന്നത്? എന്താ? സ്വസ്ഥതയുള്ള പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിലേക്ക് അവൻ എന്നെ നടത്തുന്നു. എത്ര പേര് പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടന്നിട്ടുണ്ട്? എത്ര പേർക്ക് അല്പനേരം ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് സാധിക്കുന്നുണ്ട്? സ്വസ്ഥതയെന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാതായിരിക്കുക. സ്വസ്ഥതയുടെ വെള്ളം, പച്ച പുൽപ്പുറം, ഇതൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ് കാണിക്കുക. ആ ദൈവ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരാൻ ക്രിസ്തുമസിൻ്റെ ടൈമും ന്യൂ ഇയറിൻ്റെ ടൈമും ഹോളിഡേ കിട്ടുന്ന സമയം. അപ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂട്ടുന്നത് നല്ലതാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമെന്ന് പറയുമ്പം നമ്മളോട് പറയുന്നത് കർത്താവിലേക്ക് തിരിച്ചു വരിക. പലതും നമ്മൾ ഹോളിഡേയ്സ് അവധി കിട്ടുമ്പോൾ മക്കൾ അപ്പനമ്മ ഇപ്പോൾ അതൊന്നുമല്ല, എല്ലാവരും ഹോളിഡേ. വി ആർ ആക്ച്വലി സ്ലേവ്സ് ടു ഫില്ലിങ് അവർ ടൈം വിത്ത് ആക്ടിവിറ്റീസ്. ദാറ്റ് ഈസ് കോൾഡ് ക്യാപ്റ്റിവിറ്റി ഓഫ് ആക്ടിവിറ്റി. പ്രവർത്തനത്തിൻ്റെ അടിമത്വം. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ മക്കളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, മമ്മിയും ഡാഡിയും വരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ വരുന്നില്ല. നിങ്ങൾ ടേക്ക് സം റെസ്റ്റ്, എടുക്കുക, സ്വസ്ഥതയിലേക്ക് കയറ്, ഒരു സ്വസ്ഥതയുള്ള ജീവിതത്തിലേക്ക്. ദൈവം നമുക്ക് സ്വസ്ഥത തരാൻ ആഗ്രഹിക്കുമ്പം പ്രകൃതിയോട് പോലും ദൈവം പറയുന്നുണ്ട്. സൃഷ്ടിച്ചപ്പോഴും ദൈവം അങ്ങനെ പറഞ്ഞു. 6 ദിവസം ദൈവം സൃഷ്ടിച്ചു, 6-ാം ദിവസം തൻ്റെ കൈകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. തിരിച്ചു വാ. ഒരു കാലം കഴിയുമ്പോഴത്തേക്ക് ആരോ പറഞ്ഞു, എവിടെയാൻ വായിച്ചു, 2050 കഴിയുമ്പോഴത്തേക്ക് ആളുകൾ പഴയ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കും. നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വന്നത്.
നമ്മൾ ലോകത്തിൻ്റെ അങ്ങേയറ്റത്തെ സുഖങ്ങളിൽ നിന്ന് മാറിയേച്ച് ലോകജീവിതത്തിൻ്റെ പ്രയാസത്തിൽ നിന്ന് അഴിഞ്ഞു മാറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ധൃതി പിടിച്ച് ആ ജീവിതത്തിൽ നിന്ന് മാറി അല്പനേരം സ്വസ്ഥതയുള്ള ആത്മാവിലേക്ക് കയറാനാണ് പലരും ആഗ്രഹം. അതുകൊണ്ടാണ് പ്രായമാകുമ്പം അവർ പോയ കൂടിലേക്ക് അവർ തിരിച്ചു വരുന്നത്. പറക്കുന്ന പക്ഷികളെ നോക്കിയാൽ അറിയാം, മൈഗ്രേറ്റ് ചെയ്യുന്ന പക്ഷികൾ അവരുടെ സമയമാകുമ്പോൾ അവർ തിരിച്ചു പോകും. എത്രയോ മൈലുകൾ യാത്ര ചെയ്ത് ഭൂമി മുഴുവനും കറങ്ങി അവരപ്പുറത്ത് ചെല്ലുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യനിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന. സോ 2025 എൻ്റെ മെയിനായിട്ടുള്ളൊരു വചനം ഞാൻ പറയുന്നത്, തീരുമാനങ്ങളും നിങ്ങളുടെ റെസൊല്യൂഷൻസൊക്കെ അവിടെ ഇരിക്കട്ടെ. ആർ യു സെൻറ്ററിങ് ഓൺ ഗാഡ്? തിരിച്ചു വാ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഇത്ര കിടന്ന് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം സ്വരൂപിച്ച് കൂട്ടിവെച്ചിട്ട് ഒരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ദാറ്റ് ഈസ് നോട്ട് ഫെയ്ത്ത് വാക്ക്. വിശ്വാസം എന്ന് പറയുന്നത് നമുക്കൊരു മാർഗദർശിയായിട്ട് ദൈവം മുമ്പിലുണ്ട്. യേശു ക്രിസ്തു നിൽക്കുകയാണ്. അവൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് 23 തന്നെ പറയുന്നുണ്ട്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ അവൻ്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദീർഘകാലം വസിക്കണമെങ്കിൽ പുത്രത്വത്തിൻ്റെ അവകാശത്തിൽ. ആടുകൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അവർ നല്ല ആടുകൾ ചോദിക്കാതെ ഇടയൻ്റെ പുറകെ പോകും. നമ്മൾ ഇന്നിപ്പോഴോ ചോദിക്കത്തുമില്ല, ദൈവം പറയുന്നത് കേൾക്കത്തുമില്ല, കേട്ടാൽ അനുസരിക്കത്തുമില്ല. അതിൽ നിന്നൊക്കെ ഒരു വിടുതലുണ്ടാണ്. അപ്പം കർത്താവ് പിതാവാം ദൈവം പുത്രനെ അയച്ചിരിക്കുന്നത് ഭൂമിയിൽ നമ്മുടെ പാപങ്ങളെ പരിഹരിച്ച് പുത്രനിൽ പിതാവിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ്. പാപത്തെ പരിഹരിക്കുന്നതിനെ പോലെ തന്നെ പിതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മളെ മക്കളായിട്ട് അപ്പൻ്റെ അടുക്കൽ ഇരുന്ന് സന്തോഷിക്കുന്ന ഒരു വർഷമായിട്ട് 2025 ആകട്ടെ. ഭൂമിയിൽ എന്തെല്ലാം നടന്നാലും ദൈവമക്കൾക്ക് തൻ്റെ ചിറകിൻ്റെ അശാശ്വതമായ പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് നമ്മൾ അത്യുന്നതൻ്റെ മറവിലാണ് നമ്മൾ ഏത് സാഹചര്യത്തിലാണേലും ഇരിക്കുന്നത്. അതുകൊണ്ട് ഭൂമിയുടെ എവിടെ പോയിരുന്നാലും എൻ്റെ ദൈവം അറിയാതൊന്നും വരത്തില്ല. ഉറപ്പുണ്ടോ? എന്തും പറഞ്ഞാൽ പേടിയുള്ള ഒരു കാലമല്ലേ. അപ്പോൾ അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഈ നമ്മൾ ഈ എബ്രായ ലേഖനം വായിക്കുമ്പോൾ അറിയാം, ഓരോ കാര്യങ്ങളും ഘട്ടം ഘട്ടമായിട്ട് ദൈവം നമ്മളെ മനസ്സിലാക്കുമ്പം ഈ അന്ത്യകാലത്ത് പുത്രൻ തമ്പുരാൻ വന്നു കഴിഞ്ഞിട്ട് പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധം നിരപ്പാക്കി കഴിഞ്ഞിരിക്കുന്നിടത്ത് ആത്മാവ് ദൈവത്തോട് ചേർന്ന് ഒന്നിച്ച് നമുക്ക് പ്രവർത്തിക്കാമെന്നൊരു തീരുമാനമെടുക്കാം. അതാണ് യേശുക്രിസ്തു പറയുന്നുണ്ട്, പിതാവ് ചെയ്ത് കണ്ടിട്ടുള്ളതല്ലാതെ ഒന്നും ഞാൻ ചെയ്യത്തില്ല, പിതാവ് പറയുന്നതല്ലാതെ ഒന്നും ഞാൻ പറയുകയില്ല. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുകയാണ് എങ്കിൽ, അതായത് യെശയ്യാ 11:2 യഹോവയുടെ ആത്മാവിനെ തന്നെ, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിനെ തന്നെ, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവിനെ തന്നെ, യഹോവ ഭക്തിയുടെയും പരിജ്ഞാനത്തിൻ്റെ ആത്മാവിനെ തന്നെ കൊണ്ട് 2025 നിറയ്ക്കട്ടെ. ആ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കാം. ടെക്നോളജി ഹാസ് ഡിസ്ട്രോയിഡ് ദ റിലേഷൻഷിപ്പ്. ശരിയാണ്. ഇപ്പോൾ ഫോൺ എടുത്താൽ ഉടനെ നമുക്ക് അമേരിക്കയെ വിളിക്കാം, അല്ലെ ഓസ്ട്രേലിയ വിളിക്കുക, ഒരു പാടില്ല. ഞങ്ങൾ ഇംഗ്ലണ്ടിലൊക്കെ പോകുമ്പം ഒരു ദിവസം എടുക്കും ഫോൺ കണക്ഷൻ കിട്ടാൻ. സ്നേഹബന്ധം കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. ഇന്ന് ഫോണ് എടുത്താൽ നിമിഷം തോളം ഫോൺ വിളിക്കാം, ആരുടെ സ്നേഹം കൂടുകയല്ല. അതൊരു ഡിസ്റ്റർബൻസായി മാറുകയാണ്. അടുത്താണെന്നും പറഞ്ഞ് എപ്പോഴും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം പോലും ആദത്തിനെ അവയും വൈകിട്ട് മാത്രമേ സന്ദർശിച്ചുള്ളൂ. പിന്നാണോ ചില അമ്മയപ്പന്മാർ മക്കളെ കാണാതിരിക്കാനൊക്കത്തില്ല. അതൊക്കെ അങ്ങ് നിർത്തി വെച്ചേച്ച് നമ്മൾ ചെയ്യേണ്ടത് ദൈവനാമത്തിൽ ചെയ്യുക. ബി എ ലൈറ്റഡ് കാൻഡിൽ. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ ജീവനുള്ള ഒരു വിളക്കായിട്ട് തീരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്ന ഒരു വർഷമാക്കി 2025 ദൈവം നമുക്ക് തരികയാണ്. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊണ്ടുവരട്ടെ. ബ്രിങ് ബാക്ക് ടു ദ ഫോൾഡ്. അതായത് നീ ഉറവയിലേക്ക് തിരിച്ചു വാ, വെട്ടിയെടുത്ത പാറയിലേക്ക് നീ തിരിച്ചു. ഈ സന്ദേശമാണ് ഇനിയുള്ള മാസങ്ങൾ എന്നെക്കൊണ്ടും പറയിപ്പിക്കുന്നത്. പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വാ. ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പം മനുഷ്യനല്ലാതാകുന്ന കാലത്ത് മനുഷ്യൻ്റെ സ്നേഹം ആരോട് കാണിക്കാൻ? എത്രയോ പ്രായമുള്ളവർ വർത്തമാനം പറയാൻ, അന്വേഷിക്കാൻ ആളില്ലാതെ തനിയെ ഇരുന്ന് വിഷമിക്കുന്ന ഒരു ലോകം. അതൊക്കെ നമുക്കങ്ങ്
അത് കണ്ട് നമ്മൾ മടുത്തിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ ദൈവം തമ്പുരാൻ തൻ്റെ ആത്മാവിനെ ക്രിസ്തുവിൽ കൂടി ഭൂമിയിലേക്ക് അയച്ചത് പുത്രത്വത്തിനെ തിരിച്ചു തരാനാണ്. ഇപ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 8:14-15. ഇനിയും ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല നമുക്ക് തന്നിരിക്കുന്നത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്ന ദൈവം പറയുന്നു, നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്, ഞാനാണ് നിനക്ക് പേരിട്ടത് എങ്കിൽ ഞാൻ നിന്നെ സൂക്ഷിക്കും. ദാറ്റ് അവെയർനെസ്, എന്ത് വന്നാലും ദൈവവും ഞാൻ ഒന്ന് എന്നുള്ള ബന്ധമാണ് 2025. ആ ഒരു ബന്ധം മാറരുത്. ആ ബന്ധത്തിലേക്ക് തിരിച്ചു വാ. ഏറ്റവും കൂടുതൽ ദൈവത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പറയേണ്ട കാലയളവാണിത്. അതല്ല എങ്കിൽ സോദോം ഗോമോറ പോലെയും പിന്നെന്താണ് നോഹയുടെ കാലത്തെ പോലെയും മനുഷ്യനാകുകയാണ്. അവിടെയും ദൈവം തൻ്റെ ജനതയെ സൂക്ഷിച്ചെന്ന് ഓർക്കണം. അതുകൊണ്ട് ദൈവജനതയ്ക്ക് സാഹചര്യം ഏതാണെങ്കിലും അത്യുന്നതൻ്റെ മറവിലേക്ക് ഞാൻ കൊണ്ടുവന്ന് നിർത്തുകയാണ്. നമ്മുടെ മക്കൾ എവിടെയായാലും തിരിച്ചു വരും. കർത്താവ് തൻ്റെ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് നമ്മളെ തിരിച്ചു കൊണ്ടുപോകാനാണ്, പിതാവിൻ്റെ സ്നേഹത്തിലേക്ക്, പിതാവിൻ്റെ ഭവനത്തിലേക്ക്. അത് സ്റ്റാർട്ട്സ് റൈറ്റ് നൗ. ഇപ്പോൾ അത് തുടങ്ങിയിരിക്കുകയാണ്. അതിനുവേണ്ടി നാളത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യാതെ റീകണക്ട് ourselves to the Father Lord. അതായത് ടേൺ അവർ ഹാർട്ട്സ് ടു ഹിം. എൻ്റെ ഹൃദയം പിതാവിന് തിരിച്ചു കൊടുക്കുക. He doesn't ask you money. നമ്മളിതൊന്നും ചോദിക്കുന്നില്ലല്ലോ. എൻ്റെ ഹൃദയം പകരുക. ദൈവഹൃദയം, സ്നേഹത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് പകരുമ്പോൾ നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്ത് അല്പനേരം സാവകാശമെടുത്ത് അവൻ്റെ അടുക്കൽ വന്നിരിക്കുക. ഒത്തിരിയും ആവശ്യമില്ലാത്ത ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ ഒരു പരിപാടികൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പലരോടും പറയും. ചിലരൊക്കെ പള്ളിയിലായിരിക്കാം, അല്ലെ സഭകളിൽ, അവരങ്ങ് ജോലിയാണ്. ഐ ടെൽ യു വൺ തിങ്, ഞാനൊരു സത്യം പറയട്ടെ, ഒത്തിരി പ്രവർത്തിച്ചിട്ട് പല മിനിസ്ട്രീസ് അവസാനം കുഴിയിലോട്ട് പോകുന്നുണ്ട്. അധിക പ്രവർത്തനമല്ല ആവശ്യം, ഉറവയാകുന്ന ക്രിസ്തുവിൽ ഉറച്ചു നിന്ന് സാവകാശത്തിൽ സമാധാനത്തിൽ ദൈവസമാധാനം ഭവനങ്ങളിൽ കൊണ്ടുവരിക. അതിന് നമ്മളെ ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ. നഷ്ടപ്പെട്ട തലമുറകൾ തിരിച്ചു വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു തലമുറ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ അടുത്ത തലമുറ നിന്നു പോകും. ഈ ഒരു തലമുറയ്ക്ക് മക്കളുണ്ടാകുന്നില്ല എങ്കിൽ അടുത്ത തലമുറയ്ക്ക് മക്കളില്ലാതായി. ഭൂമിയിൽ ഓൾറെഡി പോപ്പുലേഷൻ കുറവായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം പറഞ്ഞത്, ഉൽപ്പത്തി പറഞ്ഞത്, ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ, ഫലഭൂയിഷ്ടമായിട്ട് സന്താന സമൃദ്ധി ഉണ്ടായിട്ട് ലോകം മുഴുവൻ ദൈവനാമത്തിൽ അടക്കി വാഴാനാണ്. ഉൽപ്പത്തിയിലേക്ക് തിരിച്ചു വരിക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ, തൻ്റെ സൃഷ്ടിയാകുന്ന മക്കളെ ഏദൻ തോട്ടത്തിലിരുത്തി സന്തോഷിപ്പിക്കുന്ന പോലെ സന്തോഷിപ്പിക്കാൻ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുകയാണ്. Let there be a turn around in our lives. Let there be a reconsideration to reconnect to the living God. Recommit ourselves. അതുകൊണ്ടാണ് മുൻ നിയമിച്ചവരെ വിളിച്ചവരെ അവൻ മുൻ നിയമിച്ചവരെ വിളിക്കുകയാണ്. ഈ സമയത്ത് മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപനാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അതായത് ക്രിസ്തു ദൈവപുത്രനായിട്ട് ഒന്നാമനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സഹോദരന്മാരായി മാറും. 2025 എനിക്ക് നോക്കാൻ ഒരു വലിയ സഹോദരൻ എൻ്റെ മുൻപിലുണ്ട്. നാളെക്കുറിച്ച് എനിക്ക് ഭാരമില്ല, അന്നെന്നുള്ള കാര്യം ചെയ്തെടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ മാറാതെ നിൽക്കുന്നു. ആ ദൈവം പറയുന്നു, 2025 എൻ്റെ ജനതയെ സൂക്ഷിച്ച് അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിൽ നിർത്തിക്കൊണ്ട് ഉന്നതികളിൽ ഉന്നതിയെ നടത്തുവാൻ പറ്റിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെയും നമ്മുടെ ഭവനങ്ങളെയും ഭരിക്കട്ടെ. അധികമായ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും സമൃദ്ധി കൊണ്ടും ദൈവ തേജസ്സും കൊണ്ടും കുടുംബങ്ങളെ നിറയ്ക്കട്ടെ. കുടുംബത്തെ റീയുണൈറ്റ് ചെയ്യുന്ന ഒരു വർഷമായിട്ട് 2025 പറയുന്നു. ദൈവ തേജസ് കൊണ്ട് നമ്മൾ നിറയട്ടെ, കൃപയിൽ നിറഞ്ഞാട്ടെ. പ്രാർത്ഥിക്കാം. നമുക്ക് സത്യമുള്ള ദൈവത്തിലേക്ക് വിചാരിച്ചുകൊണ്ട് 2025 അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. 2025 കാലുകുത്തുന്ന ഞങ്ങൾ വി കമ്മിറ്റ് ourselves to you Lord. നീയുമായിട്ടൊരു ഉടമ്പടി എടുക്കുകയാണ്. നാഥ, നീ ഞങ്ങളുടെ രക്ഷിതാവ്,
ഞങ്ങളെ ഭൂമിയിലേക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ അല്പകാലം തന്നിരിക്കുമ്പം നിനക്ക് വേണ്ടി ജീവിക്കാൻ ഞങ്ങളൊരു തീരുമാനമെടുക്കുകയാണ്. ജോഷുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവമില്ലാത്ത, ജീവനില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടരുത്. അന്യദൈവങ്ങളുടെ പുറകെ പോയിട്ട് സത്യദൈവത്തെ മറന്ന് ആത്മാവില്ലാത്തവരാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ തന്നിരിക്കുന്ന സകലതും ദൈവമക്കൾക്ക് സന്തോഷിക്കാനാണ്, അത് നാശത്തിലേക്കുള്ളതല്ല. എന്നാൽ വിവേചനാത്മാവില്ല എങ്കിൽ വഴിതെറ്റിപ്പോകുന്നുണ്ട്. ഞങ്ങളുടെ തലമുറകൾക്ക് ചുറ്റും വേലി കെട്ടിക്കൊടുത്തേ പറ്റും. 2025 ആണ്ടിൻ്റെ ആരംഭം തൊട്ട് അവസാനം വരെ എൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അവർ ഏതെല്ലാം പാതയിൽ കൂടെ പോയാലും എൻ്റെ സാന്നിധ്യം, സ്നേഹമേറിയ ശബ്ദം അവരുടെ ചെവികളിൽ അടിക്കണം. ഞാനാണ് നല്ല ഇടയൻ, നല്ല ഇടയൻ നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. Behold, I stand and knock at the door. If anyone should hear my voice and open the door, I will come inside and sup with him. അതെ, ഞാൻ വാതിക്കൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നുവെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ വന്ന് അത്താഴം കഴിക്കും. എൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ. തലമുറകളുടെ മേൽ വാഗ്ദത്തം ചെയ്ത ദൈവം, തലമുറകളുടെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലെ, തലമുറകൾ മേലെ അനുഗ്രഹിച്ചിരിക്കുന്നതിന് സ്തോത്രം. നിൻ്റെ കയ്യ് കർത്താവേ, നിൻ്റെ ശാശ്വതമായ ഭുജം അവരുടെ തലമേൽ വെച്ച് നീ അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ഒരു കോൺസ്റ്റൻ്റായിട്ട്, മാറ്റമില്ലാത്തൊരു ദൈവം ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ലോകത്തിലുള്ളതെല്ലാം മാറുമ്പോൾ അമ്മയപ്പന്മാർ, സഹോദരി സഹോദരന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, എല്ലാവരിലുള്ള ബന്ധങ്ങൾ അഴിഞ്ഞു പോകുമ്പോൾ ഒരിക്കലും മാറ്റമില്ലാത്ത സ്നേഹത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആ സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നിർത്തുന്നു അപ്പച്ചൻ. എല്ലാവരെയും അപ്പച്ചൻ്റെ സ്നേഹത്തിനകത്ത് നിറയ്ക്കണമേ, കൃപയിൽ പൊതിഞ്ഞാട്ട്. 2025 വർഷം സന്തോഷത്തോടെ തുടങ്ങുവാനും 2025 അവസാനം അവിടുന്ന് ചെയ്ത നന്മകളെക്കുറിച്ച് പറയുവാനുള്ള, വിശ്വസ്തതയെക്കുറിച്ച് പറയാനുള്ള കൃപയിട്ട് തന്നാട്ട്. ദിനം തോറും നടത്തുന്ന ദിവ്യ സ്നേഹത്തിന് നന്ദി. ഇന്നുവരെയും വിശ്വസ്തത കാണിച്ച ദൈവം ഇനിയും വിശ്വസ്തൻ തന്നെ. അതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.